മാർത്തോമാ സഭയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അഴിമതിയും അധർമ്മവും കണക്കിലെടുത്ത് സഭയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി മരണം വരെ നിരാഹാര സത്യാഗ്രഹത്തിന് നിശ്ചയിച്ചിരിക്കുന്ന അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്ന ഡോക്ടർ സന്തോഷ് മാത്യുവിന് എൻ്റെ സ്നേഹ വന്ദനം. അതോടൊപ്പം തന്നെ സന്തോഷിനെ ഈ വ്യസനമേറിയ വേദനയേറിയ അവസ്ഥയിലേക്ക് ഉന്തി തള്ളിവിട്ട ഇടവക മെത്രാപ്പോലീത്തായ്ക്കും സഭയിലെ മറ്റുള്ള മെത്രാന്മാർക്കും സഭയുടെ പരമാധികാരിയായ തിയഡോഷ്യസ് മെത്രാപ്പോലീത്തായ്ക്കും എൻ്റെ സ്നേഹവന്ദനം. എല്ലാറ്റിനും ഉപരിയായി ഈ സഭയിൽപ്പെട്ടിരിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷോപലക്ഷമായിട്ടുള്ള വിശ്വാസികൾക്ക് സ്നേഹവന്ദനം. ഇന്നലെയാണ് സന്തോഷ് മാത്യുവിൻ്റെ ഒരു ഓഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം താൻ ഉൾപ്പെട്ടിരിക്കുന്ന എൻ്റെ ഭവനത്തിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന എബനേസർ മാർത്തോമാ ചർച്ചിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ സഭയുടെ ആത്മീകമായ ആരോഗ്യത്തിന് അനുയോജ്യമായി കൈകാര്യം ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ ഇടവക മേലധികാരികളെ അദ്ദേഹവും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും പലതവണ സമീപിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തത് ഫലം കാണാത്തത് കൊണ്ട് എപ്രകാരമുള്ളൊരു അറ്റ കൈക്ക് ഇറങ്ങുവാൻ അദ്ദേഹം നിർബന്ധിതനായി തീർന്നു എന്നതാണ് ആ ഓഡിയോയുടെ ഉള്ളടക്കം. ഞാൻ ആ ഓഡിയോയുടെ ചില ഭാഗങ്ങൾ മാത്രം ഇപ്പോൾ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് അതിൻ്റെ അനുബന്ധമായി ഏതാനും ചില ലളിത ചിന്തകൾ ഇടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ സന്തോഷ് മാത്യുവിൻ്റെ ഓഡിയോ മെസ്സേജിലേക്ക് ഏവരെയും സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ഡോക്ടർ സന്തോഷ് മാത്യു, മാർത്തോമാ സഭയുടെ കേരളത്തിൽ ഉള്ളതായ തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസനത്തിലെ തിരുവനന്തപുരം സിറ്റിയിലെ പേരൂർക്കട എബനേസർ മാർത്തോമാ പള്ളിയുടെ അക്കൗണ്ട്സ് ട്രസ്റ്റിയാണ്. ഈ വരുന്ന ഫെബ്രുവരി മാസം 4-ാം തീയതി ഈ ഇടവകയിലെ ഒട്ടുമിക്ക ജനങ്ങളും ഒരു സമര പരിപാടിയിലേക്ക് മുമ്പോട്ട് ഇറങ്ങിയിരിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഞാൻ ഫെബ്രുവരി മാസം 4-ാം തീയതി ബുധനാഴ്ച രാവിലെ 7 മണി മുതൽ മരണം വരെ നിരാഹാര സത്യാഗ്രഹവും ഉപവാസവും തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിന്റെ മണ്ണന്തലയിലുള്ള മാർത്തോമാ സെന്ററിന്റെ മുമ്പിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. അത് മരണം വരെ തുടരുന്ന നിരാഹാരമാണ്. അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലം ഇപ്പോഴത്തെ ഇടവക വികാരിയോ സ്ഥലം മാറ്റാനോ ലീവ് എടുക്കാനോ സഭയ്ക്ക് ദോഷവും അപമാനവും വരാത്ത, ഇടവകയ്ക്ക് ദോഷം വരാത്ത ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പയോടും എപ്പിസ്കോപ്പയുമായി ഉള്ള നിരന്തരമായ മീറ്റിംഗുകൾ പരാജയപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട മെത്രാപ്പോലീത്തയോടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, സാധുക്കളായ ഇടവക ജനങ്ങളുടെ രോദനം, സത്യവും നീതിയും എവിഡൻസും കൊടുത്തുള്ള രോദനം കേൾക്കുവാൻ ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പയ്ക്ക് കഴിയാതിരിക്കുകയും സഭാ നേതൃത്വത്തിന് തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഇതല്ലാതെ ഒരു മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. വ്യാജരേഖ ചമച്ച് സാമ്പത്തിക സന്തോഷ് മാത്യു ഇവിടെ പറയുന്നത് മരണം വരെ നിരാഹാര സത്യാഗ്രഹം ചെയ്യുന്നതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നതാണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്.
മറ്റെല്ലാ സാധ്യതകളും നിഷ്ഫലമായിരിക്കുന്നു. എല്ലാ വാതിലുകളും കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ അറ്റ കൈ പ്രയോഗിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇത് ഒരു വശത്തിൽ കൂടെ നോക്കുമ്പോൾ വേദപുസ്തകപരമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഇത് മാത്രമാണ് മാർഗം. ഏതാണ്ട് അതിനോട് സമമായി, പക്ഷെ വളരെ വ്യത്യസ്തമായി സന്തോഷ് മാത്യു പറയുന്നത് ഇതാണ് മാർഗം, ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും വാക്കുകൾ പെറുക്കി വെച്ച് നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് തോന്നാമെങ്കിലും ഇതിൻ്റെ ആശയ സാന്ദ്രത വളരെ വ്യത്യസ്തമാണ്. ഇത് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്ന് വളരെ ഹ്രസ്വമായി മാത്രം പരാമർശിക്കുവാനേ നമുക്ക് സാവകാശം. ഞാൻ വളരെ ദുഃഖത്തോടു കൂടെയാണ്, ആർദ്രതയോടുകൂടെയാണ്, മനസ്സലിവോടുകൂടെയാണ് ഈ വീഡിയോ കേട്ടത്. എൻ്റെ ഹൃദയത്തിൽ സന്തോഷ് മാത്യുവിനോട് അതിരറ്റ സ്നേഹവും വാത്സല്യവും ബഹുമാനവും ഉളവായി എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ മഹാഇടവകയുടെ പരമോന്നത അധികാരിയായ ഫിലക്സിനോസ് തിരുമേനിയെ എനിക്ക് ഏതാണ്ട് അറിവുള്ളതാണ്. അദ്ദേഹം എനിക്ക് ജൂനിയറായി മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ പഠിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ച ആ സംഭവവും ഞാൻ ഈ സമയത്ത് മറക്കുന്നില്ല. ഫിലക്സിനോസ് തിരുമേനിയെ മാർത്തോമാ സഭ പൊതുവായി ആദരിക്കുന്നത്, വിലമതിക്കുന്നത് അദ്ദേഹം വളരെ കെൽപ്പുറ്റ കഴിവേറിയ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അത്ര മോശമായ ഒരു ഗുണമൊന്നുമല്ല. അനിതര സാധാരണമായ അഡ്മിനിസ്ട്രേറ്റീവ് പാഠവുമുള്ള ഫിലക്സിനോസ് തിരുമേനിക്ക് എൻ്റെ അഭിവാദ്യം. നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഡ്മിനിസ്ട്രേഷൻ രണ്ട് തരത്തിലുണ്ട്. യേശുവിന് അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്ന ഒരു ധാരണയുണ്ടായിരുന്നു. ലോകത്തിന് അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്ന ഒരു ധാരണയുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിൻ്റെ ഏറ്റവും അർത്ഥവത്തായ ഭാഗം മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സേവ ചെയ്യുക എന്നുള്ളതാണ്. യേശുവിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഷൻ, ഭരണപരമായ ദർശനം എന്തായിരുന്നുവെന്ന് യേശു വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 45-ാം വാക്യത്തിൽ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ യേശു മനഃപൂർവ്വം പ്രസ്താവിക്കുമ്പോൾ അത് ലോകം അഡ്മിനിസ്ട്രേഷനെ എങ്ങനെ കാണുന്നു, മനസ്സിലാക്കുന്നു എന്നതിൽ നിന്ന് മനഃപൂർവ്വമായി താൻ ഉൾക്കൊള്ളുന്ന വ്യത്യാസം എന്ത് എന്ന് ഏവരും തിരിച്ചറിയണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് എന്ന് നാം ഓർത്തിരിക്കണം. സഭയ്ക്ക് പറ്റിയ വലിയൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സംഭവത്തോട് നീതിപൂർവം സത്യസന്ധമായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സഭയ്ക്ക് പറ്റിയ ഒരു വലിയ ഇടിവ് അല്ലെങ്കിൽ ദിശാബോധ പാളിച്ച ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന ആശയത്തെ ആത്മീയമായി മനസ്സിലാക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അതെന്താണെന്ന് യേശുവിൽ നിന്ന് പഠിക്കുന്നതിന് പകരം, ലോകത്തിൻ്റെ ആശയത്തെ, താരിപ്പുകളെ, മാർഗത്തെ, ക്രമീകരണങ്ങളെ മാത്രം ആശ്രയിച്ച് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ദൗത്യത്തിൽ പ്രാവീണ്യം പ്രാപിച്ചു എന്ന് അഭിമാനിക്കുന്ന
ഒരു സ്ഥിതിവിശേഷം മാർത്തോമ സഭയിലും എല്ലാ സഭകളിലുമുണ്ട്. ഇപ്പോൾ കാലം ചെയ്ത ഐറേനിയസ് തിരുമേനിയെ പറ്റിയും എന്നോട് അദ്ദേഹത്തെ പറ്റി ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഒറ്റ കാര്യമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ: അദ്ദേഹം വലിയ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. മറ്റെന്തെങ്കിലും ഗുണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റു ഗുണങ്ങളില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ മാർത്തോമ സഭയിലെ ഏതാണ്ട് തലയെടുപ്പുള്ള എല്ലാ ആളുകളും ഏറ്റവും അധികം വിലമതിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഗുണവിശേഷത്തെ പറ്റിയാണ്. കാരണം ഈ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട്, ലോകം അറിയുന്ന അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് സഭയ്ക്ക് ഭൗതികമായ വളർച്ചയും വലിയ ധന കൊഴുപ്പും ഉണ്ടാകും എന്നത് മാത്രമാണ്. തൽഫലമായി സാമൂഹ്യമായി രാഷ്ട്രീയമായി വളരെ തലയെടുപ്പും സ്വാധീനവും വർദ്ധിക്കും എന്നതുകൊണ്ടാണ് ഈ അഡ്മിനിസ്ട്രേഷന് ഇത്രമാത്രം പൊലിമ അല്ലെങ്കിൽ വലിപ്പം അല്ലെങ്കിൽ മാഹാത്മ്യം ഇങ്ങനെയുള്ളവർ കൽപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കും. യേശു തൻ്റെതായ അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്ന് തന്നെ അനുഗമിക്കുന്നവർ മനസ്സിലാക്കണം എന്ന് വളരെ അധികം ആഗ്രഹിച്ചിരുന്നു. അതിന് ആവശ്യമായ എല്ലാ സൂചനകളും വെളിപ്പെടുത്തലുകളും നൽകിയിരുന്നു. എങ്കിലും അത് തീരെ ശ്രദ്ധിക്കാതെ പോകുന്നത് അല്പം സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ 23-ാം സങ്കീർത്തനം വളരെ വികാരഭരിതരായി ചൊല്ലാറുണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ മേൽപ്പുറത്തിൽ അവൻ എന്നെ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൽ അവൻ എന്നെ കിടത്തുന്നു. അങ്ങനെ പോകുന്നു. പിന്നെ നീതിയുടെ പാതയിൽ നടത്തുന്നു. അവിടെ വരുമ്പോൾ ഇച്ചിരി പ്രയാസമാണ്. നീതിയുടെ പാതയിൽ He leads me in paths of righteousness for his name's sake. അപ്പോൾ അത് ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ന് നാം എന്തുകൊണ്ടോ മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആത്മീകമായ അർത്ഥവത്തായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മോഡൽ എന്താണ്? ഒരിടയൻ തൻ്റെ ആടുകളെ വളരെ ശ്രദ്ധയോടെ, കരുണയോടെ, കരുതലോടെ കാത്തു സൂക്ഷിക്കുന്നു, പരിരക്ഷിക്കുന്നു. അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും സ്വന്തം ജീവനെ നൽകുവാൻ സന്നദ്ധനാകുന്നു. ഇതായിരിക്കണം ആത്മീകമായ അർത്ഥമുള്ള, വെളിച്ചമുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ ആന്തരിക സ്വഭാവം. അത് വീണ്ടും കുറച്ചുകൂടെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് യേശു പറയുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുക. ഈ ശുശ്രൂഷിക്കുക എന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ശുശ്രൂഷ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓരോ വ്യക്തിയുടെയും പ്രത്യേകമായ അവസ്ഥയെ സൂക്ഷ്മമായി മനസ്സിലാക്കുകയും അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് തൻ്റെ സമഗ്രമായ കഴിവുകൾ പരിപൂർണമായി ഉപയോഗിച്ച് ആ വ്യക്തിയുടെ അനുഭവത്തിൽ ആശ്വാസം മാത്രമല്ല, അവന് വളർച്ചയും അനുഗ്രഹവും ഉണ്ടാകത്തക്കവണ്ണവും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി അവൻ വളരത്തക്കവണ്ണവുമുള്ള ഒരു ശുശ്രൂഷ സമീപനം ആർജിക്കുന്നതിൻ്റെ പേരാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞുകൂടാ. അതറിയാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് മുഴുവനും. ലോകം അറിയുന്ന അഡ്മിനിസ്ട്രേഷൻ പൈശാചികമാണ്. ഞാൻ അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്ത ആളാണ്. 3 തസ്തികകളിൽ ഞാൻ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്തത്. സർക്കാരിലും സഭാ സംബന്ധമായ ഒരു സ്ഥാപനത്തിലും ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഈ കാര്യത്തെപ്പറ്റി വളരെയധികം ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ശുശ്രൂഷയെ, ഒരു ദൗത്യത്തെ ലൗകികമായി കാണുന്നതും ആത്മീകമായി കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണ് എന്ന് അനുഭവത്തിൽ കൂടെ വ്യക്തമായി തിരിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏവരുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഇപ്രകാരം സഭയുടെ അവസ്ഥയിൽ ശ്വാസം മുട്ടി
ആ അവസ്ഥ വിശ്വാസികളിൽ വരുത്തി വയ്ക്കുന്ന വലിയ നഷ്ടവും കോട്ടവും പൊറുക്കാൻ വയ്യാതെ അറ്റകൈ പ്രയോഗിക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ സന്തോഷ് മാത്യു, എനിക്ക് നിങ്ങൾ ഏവരോടും കൈകൂപ്പി അറിയിക്കാനുള്ളത്, ഇതിൻ്റെ മൂല കാരണം ഫിലിക്സിനോസ് തിരുമേനി അല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് തിരുമേനിമാരോ സഭയുടെ ആകമാനം മേധാവിയായിരിക്കുന്ന തീഡോസ് തിരുമേനിയോ അവരാരുമല്ല. സഭ ആകമാനം സ്വീകരിച്ചിരിക്കുന്നതും അഭിമാനം കൊള്ളുന്നതുമായ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അത് 100% ഭൗതികമാണ്, ലൗകികമാണ്, അതുകൊണ്ട് തന്നെ പൈശാചികമാണ്. ഇതേ പ്രശ്നം യേശു അഭിമുഖീകരിച്ചതാണ്. കാരണം അന്നും യഹൂദ മതത്തിൻ്റെ പശ്ചാത്തലത്തിലും ഈ അഡ്മിനിസ്ട്രേഷൻ അങ്ങ് കൊടികൊണ്ടിരുന്നു. അതിൻ്റെ ഫലമാണ് യേശുവിൻ്റെ ക്രൂശീകരണം എന്ന് സുവിശേഷങ്ങളോട് വിദൂര ബന്ധമുള്ളവർ തിരിച്ചറിയേണ്ടതാണ്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ പ്രസ്താവിക്കാൻ ആർക്കും നട്ടല്ലില്ല എന്നതുകൊണ്ട് ഇപ്പോഴും ഇതിനെപ്പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി യാതൊരു ബോധ്യവും ക്രിസ്ത്യാനികൾക്കില്ല എന്നത് അതീവ ദുഃഖകരമാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കട്ടെ. ഞാൻ സന്തോഷ് മാത്യു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചിന്താഗതി സാധിക്കുമെങ്കിൽ മാറ്റണം. കാരണം ഇങ്ങനെ നിരാഹാരം അല്ലെങ്കിൽ മരണം വരെ നിരാഹാരം ചെയ്യുന്നു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ ഇക്കാര്യത്തിൽ അല്പം അനുഭവമുള്ള വ്യക്തിയാണ്. ഞാൻ സഭാപരമായ പല കാര്യങ്ങളിൽ ഇപ്രകാരം ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അന്നൊക്കെ അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് കീഴെ വിളിക്കാനും ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാം ക്രിസ്ത്യാനിയുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംശമായ വാല് നല്ല ഭംഗിയായി ചുരുട്ടി അത് ഒളിപ്പിക്കാനുള്ള സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ച് കണ്ടം വഴി ഓടുന്നത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഈ പറയുന്ന സ്ഥലത്ത് പോയി, അതായത് മാർത്തോമ സെൻറ്റർ മണ്ണന്തുരയിൽ ഞാൻ പോയി. കാരണം അങ്ങനെ ഒരു വ്യക്തി ഒരു വലിയ ചുവട് വയ്ക്കുമ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടു പോകരുത് എന്നതുകൊണ്ട് ഞാൻ അവിടെ പോയി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്ന് 7:45 7 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് 7:45 പോയത്. അവിടെ ആരും ഉണ്ടായിരുന്നു. ഞാൻ മടങ്ങിപ്പോരുന്നു. അപ്പം ഞാൻ പ്രത്യേകിച്ച് സന്തോഷ് മാത്യുവിനോട് എനിക്ക് പറയാനുള്ളത്, ദയവായി കുറച്ചുകൂടെ സമചിത്തതയോടുകൂടെ ചിന്തിക്കുക. അതിന് സഹായിക്കത്തക്കവണ്ണം ഞാൻ യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് ഒരു സംഭവം താങ്കളുടെ, എൻ്റെ ഇളയ സഹോദരനായ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. എന്തുകൊണ്ടാണ് യേശു യെരൂശലേം ദേവാലയം ശുദ്ധീകരിച്ചത് എന്നറിയാമോ? അതുകൊണ്ട് എല്ലാ ദേവാലയങ്ങളും ശുദ്ധീകരിക്കപ്പെടും എന്നതുകൊണ്ടല്ല. അത് ശുദ്ധീകരിക്കുന്നതിൽ കൂടെ യേശു ചരിത്രം അവസാനിക്കുന്നത് വരെ നിലനിൽക്കുന്ന ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുകയാണ്. അതെന്താണ്? സഭകൾ നിശ്ചയമായും കള്ളന്മാരുടെ ഗുഹയായി തീരും. യെരൂശലേം ദേവാലയത്തിൽ അത് സംഭവിക്കാമെങ്കിൽ, അതായത് ദൈവത്തിൻ്റെ നഗരമായ യെരൂശലേമിൽ ദൈവത്തിൻ്റെ ഇഷ്ടപുത്രനായ ദാവീദ് കുലത്തിൽപ്പെട്ട രാജാക്കന്മാർ രാജത്വം നടത്തുന്ന ഒരു പട്ടണത്തിൽ ദൈവത്തിൻ്റെ ഭവനം എന്ന് പറഞ്ഞ് ശലോമോ നിർമ്മിച്ച യഹൂദന്മാരുടെ എക്കാലത്തെയും അഭിമാനവും അഹങ്കാരവുമായിരുന്ന യെരൂശലേം ദേവാലയം ഏറെ താമസിയാതെ അതൊരു ചന്തയായി തീർന്നു, അത് കള്ളന്മാരുടെ ഗുഹയായി തീർന്നു എന്ന് യേശു വെളിപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യൻ സഭയെ ഒരു സംഘടിതമായ വ്യവസ്ഥാപിതമായ ഒരു പ്രതിഭാസമാക്കി മാറ്റുമ്പോൾ നിശ്ചയമായും 100% അത് കള്ളന്മാരുടെ ഗുഹയായി തീരും. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. കാരണം മനുഷ്യൻ്റെ കയ്യിൽ എന്ത് വീണാലും അത് അവൻ മനസ്സിലാക്കുന്നത് പണം എന്ന് പറയുന്ന ഒരേ ഒരു ആശയത്തിൻ്റെ ബന്ധത്തിലാണ്. പണമാണ് മനുഷ്യൻ്റെ ദൈവം. അല്ല, ദൈവം എന്ന വാക്കുകൾ ഉച്ചരിക്കുന്ന പണം കിട്ടാൻ വേണ്ടിയാണ്
പണക്കൊതി മാറ്റിവെച്ചാൽ പിന്നെ ഒരു മതവും ഉണ്ടാകുകയില്ല. ഒരു മാർത്തോമാ സഭയും കീർത്തോമാ സഭയും ഉണ്ടാകത്തില്ല. ഒരു CSI സഭയും ഒരു DSI സഭയും ഉണ്ടാകത്തില്ല. ഒരു കത്തോലിക്ക സഭയുമില്ല. ഒരു കാതലിക്ക നേരമില്ല. എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഉണ്ടല്ലോ, കാതലിക്ക നേരമില്ല സഭയുമില്ല. ഒന്നും കാണത്തില്ല. ഒരു സഭയുടെ മണം ഉണ്ടാകത്തില്ല. ഞാൻ എഴുതി വെച്ചത്. അതുകൊണ്ട് എനിക്ക് സന്തോഷ് മാത്യുവിനോടും അതുപോലെ നല്ല ഹൃദയമുള്ള ആളുകളോടും വളരെ വിനയത്തോടെ നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് രണ്ട് കൈയും കൂപ്പി പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള വഴിയിൽ രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിന്ന് ചിന്തിക്കുക, കണ്ണടച്ചൽപ്പം ധ്യാനിക്കുക. ഏത് സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ധർമ്മരോഷം അനുഭവിക്കുന്നത്? അതിൻ്റെ അർത്ഥം, അതിൻ്റെ യുക്തി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മെ ഏവരെയും പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ഉള്ളിൽ പണക്കൊതി വന്നു കഴിഞ്ഞാൽ മണവാട്ടി വെപ്പാട്ടിയാകും. വെപ്പാട്ടി മാത്രമേ മണവാട്ടിയാകുകയുള്ളൂ. ഇത് ചരിത്ര സത്യമാണ്. യാതൊരു സംശയവും ഈ കാര്യത്തിൽ ഉണ്ടാകരുത്. അപ്പോൾ സഭ യേശുവിൻ്റെ മണവാട്ടിയാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരമാണ് എന്നൊക്കെ ജനങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നു. പാവപ്പെട്ട ജനം ഇത് കണ്ണടച്ച് വിശ്വസിക്കുന്നു. അത് ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നവർ ഇത് പറയുമ്പോൾ തന്നെ ഉള്ളിൽ ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി അവർക്കില്ലാത്തത് കൊണ്ട് അവരത് വാ പൊളിച്ച് സ്വീകരിച്ച് വിഴുങ്ങി അത് അള്ളിപ്പിടിച്ച് നിൽക്കുന്നു. അതാണ് ഇന്നത്തെ പ്രശ്നം. എന്നാൽ അങ്ങനെ അല്ല. ഇത് കള്ളന്മാരുടെ ഗുഹയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലൗദോക്യ സഭയുടെ അനുഭവത്തിൽ തന്നെയാണ്. യേശുവിനകത്ത് പ്രവേശനമില്ല. കാരണം എന്താണ്? ഉള്ളിൽ ചന്തയാണ് എന്നതുകൊണ്ടാണ്. ആരാധന പോലും ചന്തയാണ്. ആരാധന പോലും ചന്തയാണ്, മറക്കരുത്. ഒരു ഞായറാഴ്ച ആരാധനയിൽ സ്തോത്ര കാഴ്ച ഇടാതെ ഒരു ആരാധന നിങ്ങൾക്ക് വിഭാവന ചെയ്യാൻ സാധിക്കും? അത്രമാത്രം ആരാധനയും പണവും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു എന്നത് നിങ്ങൾ ദയവായി മനസ്സിലായി. ഞാൻ ഡൽഹിയിൽ ഏറെ നാളുകൾക്ക് മുൻപ് ഒരു ചെറിയ സഭ ആരംഭിച്ചു. ചെറിയൊരു സഭ. അത് ആരംഭിക്കുമ്പോൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാലക്രമേണ വളർന്ന് ഒരു 25-30 പേരായി. അപ്പോൾ അവിടെ ഞാൻ ആദ്യം മുതൽ വളരെ കർശനമായി പാലിച്ച ഒരു താരിഫ്, ഒരു നിയമം, 1 രൂപ പോലും ഈ ആരാധന മധ്യത്തിൽ വരരുത്. മാസവരിയില്ല, സബ്സ്ക്രിപ്ഷൻ ഇല്ല, സ്തോത്രകാഴ്ചയില്ല, പ്രസവ സ്തോത്രമില്ല, വെഡിങ് ആനിവേഴ്സറി ഇല്ല, ബർത്ത്ഡേ ഓഫറിംഗ് ഇല്ല, 1 രൂപ കളക്ഷൻ ഇല്ല. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ശ്വാസം മുട്ടി തുടങ്ങി. അവർ പലരും എന്നോട് പറഞ്ഞു, ഞങ്ങളെ ഈ സ്തോത്രാഴ്ച ഇടാനെങ്കിലും അനുവദിക്കണം. കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ സ്തോത്രാഴ്ച കൂടിട്ടില്ലെങ്കിൽ ആരാധന പൂർത്തിയാകത്തില്ല എന്നാണ്. അപ്പോഴേക്ക് മനസ്സിലായി ഇവിടെ സോക്കേട് ഇവിടെ കിടക്കുന്നത് എന്ന് മനസ്സിലായി. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, യേശു പറഞ്ഞു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം എന്താണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. കള്ളന്മാരുടെ ഗുഹയാണ്. പണക്കൊതി വന്നു കഴിഞ്ഞാൽ ഏത് സ്ഥാപനവും കള്ളന്മാരുടെ ഗുഹയായി തീരും. ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിച്ച സെന്റ് സ്റ്റീഫൻസ് കോളേജും കള്ളന്മാരുടെ ഗുഹയായി. അതുകൊണ്ടാണ് ഞാൻ നാഷണൽ കമ്മീഷന്റെ അംഗത്വം വിട്ടിട്ട് അവിടെ പ്രിൻസിപ്പലായി പോയി അവിടുത്തെ കള്ളന്മാരെ അടിച്ചു അവിടെ ഞാൻ ചാട്ടവാറ് പ്രയോഗിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം കള്ളന്മാരുടെ ഗുഹയായി തീരും. ഈ ഒരു നിയമത്തിന് യാതൊരു ഒഴികഴിവുമില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ സഭ ഏതാണ്ട് പുണ്യ പ്രതിഭാസമാണെന്നും യേശുവിൻ്റെ ശരീരമാണെന്നും ഒട്ടും ആത്മാർത്ഥതയില്ലാതെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനായി മാത്രം പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമുള്ള ധാരണകൾ അതുപോലെ പാവപ്പെട്ട ജനം അതുപോലെ സ്വീകരിച്ച് അത് മാനദണ്ഡമായി ഉപയോഗിച്ച് സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ അളക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾ സഭയിൽ സഹകരിക്കുമ്പോൾ, ആരാധനയ്ക്ക് പോകുമ്പോൾ യേശുവിനെ ഓർത്തുകൊണ്ട് പോകുകയും
യേശു പറഞ്ഞിട്ടുണ്ട് ഇത് കള്ളന്മാരുടെ ഗുഹയാണ്. എങ്കിലും അവിടെ പോകുന്നതും ആളുകളുമായി സഹകരിക്കുന്നതുമൊക്കെ ആത്മീയമായ ഒരു ഗുണമില്ലെങ്കിലും സാമൂഹ്യമായ ഒരു സോഷ്യൽ ഡയമെൻഷനകത്തുണ്ട്. അതുകൊണ്ട് ഈ പൊട്ടത്തരം മനസ്സിൽ വെച്ച് അതിലള്ളിപ്പിടിച്ച് നിൽക്കാതെ നിങ്ങൾക്ക് പ്രയോജനം വരാവുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അത് സ്വീകരിച്ച് മിണ്ടാതെ വീട്ടിൽ പോകുകയില്ല. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സങ്കല്പമാണ് നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ അധ്യാപനായ അതുകൊണ്ട് കൂടെ പറയുക. നിങ്ങൾ ഒരു ആനക്കുട്ടിയെ വാങ്ങിച്ചു, സങ്കല്പിക്കുക, ഒരു ആനക്കുട്ടിയെ വാങ്ങിച്ചു, നല്ലതായിട്ട് സ്നേഹിച്ച് പരിചരിച്ചു വളർത്തി. ആനക്കുട്ടി വളർന്ന് ഒരു വലിയ ആനയായി. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച് ഇപ്പോൾ ആന മുട്ടയിടും. ഒരു ആന മുട്ട ഉണ്ടെങ്കിൽ 10 അംഗങ്ങളുള്ള ഈ കുടുംബത്തിന് ഒരു ദിവസം കഴിയാം എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു. ഒരു ദിവസം പ്രതീക്ഷിച്ചു, ഒരു മാസം പ്രതീക്ഷിച്ചു, ഒരു വർഷം പ്രതീക്ഷിച്ചു, ആന മുട്ടയിടുന്നില്ല എന്ന് പറഞ്ഞ് ഈ ആന ഇട്ടില്ലെങ്കിൽ ഞാൻ ജീവപര്യന്തം നിരാഹാര സമരം നടത്തും എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആനയിൽ നിന്ന് നിങ്ങൾ മുട്ട പ്രതീക്ഷിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ആനയെ കുറ്റം പറയണ്ട. ആനയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് മാത്രമേ, ന്യായമായത് മാത്രമേ പ്രതീക്ഷിക്കാവൂ. നിങ്ങൾ ഒരു നല്ല പോത്തിനെ വാങ്ങിച്ചു, കണ്ടാൽ സുന്ദരനായ പോത്ത്. പോത്ത് വളർന്നു വന്നു. അങ്ങനെ നിങ്ങൾ പോത്തിന് ഏതാണ്ട് പ്രായമായപ്പോൾ ഒരു വലിയ തൊട്ടിയൊക്കെ കൊണ്ടുവന്ന് പോത്തിൻ്റെ പുറകിൽ നിന്ന് അതിൻ്റെ വാലിട്ട് ഇങ്ങനെ മേപ്പോട്ട് വിട്ടു പിഴിഞ്ഞു പാല് വരുമോ? പോത്ത് പാല് തരുന്നില്ല, അതുകൊണ്ട് നിരാഹാര സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ട്. അത് ഭ്രാന്തല്ലേ? ഒരു പോത്തും പാല് തരാനല്ല ജനിച്ചത്. അപ്പൊ പോത്തിനെ കറന്ന് പാല് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ധർമ്മരോഷം അനുഭവിച്ച് നിരാഹാരത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതുപോലെ തന്നെയാണ് സഭയിൽ കള്ളം നടക്കരുത്, വ്യാജരേഖ ഉണ്ടാക്കി സഭയുടെ വക മോഷ്ടിക്കരുത്, അവിടെ എല്ലാം സുതാര്യമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. പണക്കൊതി കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ എല്ലാം സത്യസന്ധമായും സുതാര്യമായും നടക്കുന്നെന്ന് പറയുന്നതിനകത്ത് വല്ല നീതിയുമുണ്ടോ? നിങ്ങൾ ന്യായമായും ഇത് പ്രതീക്ഷിക്കുകയും അതനുസരിച്ച് നിങ്ങളുടെ ബന്ധങ്ങളെ പുനർനിർവചിക്കുകയും ചെയ്യണം. അത് മാത്രമാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. എനിക്ക് സ്നേഹമുള്ള സന്തോഷ് മാത്യുവിനോട് സവിനയം അറിയിക്കാനുള്ളത്, ദയവായി ഈ ഒരു സംരംഭത്തിന് മുതിരരുത്, മുൻപോട്ട് പോകരുത്. സന്തോഷ് മാത്യു അല്ല, സന്തോഷ് മാത്യുവിൻ്റെ അപ്പനല്ല, അപ്പൻ്റെ അപ്പൻ നോക്കിയാൽ സഭയുടെ ഈ സ്വഭാവം മാറിക്കിട്ടുകയില്ല ഒരിക്കലും. ഇത് മാറുകയില്ല. കാരണം പണക്കൊതി കൊണ്ട് മാത്രം നടക്കുന്നൊരു പ്രസ്ഥാനമാണിത്. ഇപ്പൊ മാർത്തോമാ സഭയ്ക്ക് ഭൗതികമായി സംഭവിച്ച നേട്ടങ്ങളെപ്പറ്റി അഭിമാനിക്കാത്ത ഏതെങ്കിലും മാർത്തോമാക്കാരനുണ്ടോ? ഉണ്ടോ? പിന്നെ എന്തിനാണ്, പിന്നെ ഏത് അർത്ഥത്തിലാണ് യേശു പറഞ്ഞു മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല? ആ മനുഷ്യപുത്രനും മാർത്തോമാ സഭയും തമ്മിൽ എന്താണ് ബന്ധം? അത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ, എല്ലാവരുടെയും കൺമുൻപിൽ അവരെ തുറച്ചു നോക്കുന്നൊരു യാഥാർത്ഥ്യമായിരിക്കെ പിന്നെ എങ്ങനെയാണ് സഭയെ ഈ സന്ധിപ്പിക്കുന്ന വിധത്തിൽ സത്യസന്ധത വേണമെന്നും അവിടെ മോഷണം പാടില്ല എന്നും വ്യാജരേഖ ഉണ്ടാക്കരുത് എന്നും ജനങ്ങളെ അലട്ടരുത് എന്നും അല്ലെങ്കിൽ അവരുടെ മുറവിളി കേൾക്കാനായിട്ട് മെത്രാന്റെ കാത് ചായച്ചിരിക്കണം എന്നൊക്കെ പറയുന്നതിനകത്ത് വല്ല അർത്ഥവുമുണ്ട്? നമ്മൾ പറയുന്നതിനകത്ത് ഒരു കടുക് പണിയോടെങ്കിലും യുക്തി വേണ്ടേ? നിങ്ങൾ സഭയുമായി ബന്ധം പുലർത്തുമ്പോൾ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവേൻ. എൻ്റെ പിതാവിൻ്റെ ആലയം സർവ്വജനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനാലയമായിരിക്കണം എന്നിരിക്കെ നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയില്ലേ എന്ന ആ ഒരേ ഒരു ചോദ്യം ഉരുവിട്ടുകൊണ്ട് വേണം നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങളുടെ പള്ളിയിൽ ഞായറാഴ്ച എത്തുന്നത് വരെ ആ വഴിയിൽ യാത്രയിൽ മുഴുവനും നിങ്ങൾ ഉള്ളിൽ ഉരുവിടേണ്ട ഒരു വാക്യമാണ് യേശു നമുക്ക് നൽകിയത്. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല. നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയില്ലേ?
നിങ്ങൾ അതിനെ കള്ളനാടുക, അവിടെ മോഷ്ടിക്കരുത്, വ്യാജരേഖ ഉണ്ടാക്കരുതെന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് സത്യസന്ധമായി ആത്മാർത്ഥയോടെ പറയാനുള്ളത്, ഇവിടെ ഡോക്ടർ സന്തോഷ് മാത്യുവിന് തെറ്റുപറ്റി. അത് തിരിച്ചറിഞ്ഞ് ആ തെറ്റ് തിരുത്തുവാൻ എൻ്റെ പ്രിയപ്പെട്ട ഇളയ സഹോദരൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് എൻ്റെ മകൻ്റെ പ്രായമേ, എനിക്ക് പെൺമക്കളേ ഉള്ളൂ, മകനില്ല, എങ്കിൽ ഞാൻ കാൽപ്പനികമായി പറയുകയാണ്, എൻ്റെ മകൻ്റെ പ്രായം കാണാനേ വഴിയുള്ളൂ. ആ വാത്സല്യത്തോടെ ഞാൻ പറയുകയാണ്, ഒരിക്കലും ഈ ഒരു കാര്യത്തിന് പോകരുത്. കാരണം തികച്ചും അപ്രസക്തമായ സങ്കല്പങ്ങളിൽ നിന്നുദിക്കുന്ന, ഒരു വിധത്തിലും സാധൂകരിക്കാൻ സാധ്യമല്ലാത്ത ഒരു സമീപനത്തിൽ കൂടെയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യാശയിൽ കൂടെയാണ്, ഒരു എക്സ്പെക്റ്റേഷനിൽ കൂടെയാണ് നല്ലവനായ സന്തോഷ് മാത്യു ഈ അസഹനീയമായ ധർമ്മരോഷം അനുഭവിച്ചിട്ട് ഇങ്ങനെ കഴിയുന്നതിനേക്കാൾ നല്ല ചത്തുപോകുന്നതാണ്. അതാണല്ലോ മരണം വരെ നിരാഹാരം എന്ന് പറയുന്നതിനകത്തെ സംക്ഷിപ്തമായ അർത്ഥം. എന്ന വിധത്തിൽ പോലും ചിന്തിക്കുവാനിടയായത് ഒരു തെറ്റിദ്ധാരണയിലാണ് എന്ന് എൻ്റെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് വെളിപ്പെടുത്തുവാനാണ്, സ്പഷ്ടീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്തു എന്ന വിധത്തിൽ എന്നാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുവാനും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുവാനും താല്പര്യപ്പെട്ടിരിക്കുന്നു. ഈ വീഡിയോ ഡോക്ടർ സന്തോഷ് മാത്യുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായി എന്നെ വിളിക്കുക. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് പിന്നെ മർത്തമ സഭയുടെ എല്ലാ അംഗങ്ങളോടും, അവരെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കാലത്ത് വചനത്തിൻ്റെ ആഴമേറിയ ആശയങ്ങൾ അവർക്ക് വിളമ്പിക്കൊടുക്കുവാൻ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മർത്തമ സഭയുള്ള എല്ലാ അംഗങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ ദയവായി സത്യബോധമുള്ളവരായിരിപ്പീൻ, യാഥാർത്ഥ്യബോധം വളർത്തിയെടുപ്പീൻ. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ സത്യത്തിലേക്കുള്ള ഒരാഹ്വാനമായി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.